തലസ്ഥാനത്ത് പോലീസുകാർ തമ്മിൽ കത്തിക്കുത്ത്. തിരുവനന്തപുരം വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സിൽ പോലീസുകാരൻ കുത്തി. മ്യൂസിയം സ്റ്റേഷനിലെ പോലീസുകാരൻ അൻസാറിനാണ് കുത്തേറ്റത്. വൃന്ദാവനം എയർ ക്യാമ്പിലെ CP അനീഷ് കുമാറാണ് കുത്തിയത്. ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, എന്തൊക്കെ വിശദാംശങ്ങൾ? അനന്ത്, ഇന്ന് രാത്രി 9:15 ഈ സംഭവം നടക്കുന്നത്. പോലീസിന്റെ 112ലേക്ക് ഒരു സ്ത്രീയുടെ ഫോൺ വരുന്നു. ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി വരുന്നത്. ശേഷം മ്യൂസിയം സ്റ്റേഷനിലെ അൻസാറും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി അവിടേക്ക് ചെല്ലുന്നു. ആ സമയത്താണ് ഇത് പോലീസുകാരനാണെന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതിയായിട്ടുള്ള CP അനീഷ് കുമാർ അദ്ദേഹം വീടിനുള്ളിൽ കയറി കത്തിയെടുത്ത് ഈ അൻസാറിനെ കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ തന്നെ കത്തിയെടുത്ത് വീശുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെവിയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് നിലയിൽ പരിക്കേറ്റുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പോലീസുകാരനെ മറ്റൊരു പോലീസുകാരൻ ആക്രമിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടുകൂടി അൻസാർ സാർ ചേരുന്നുണ്ട്. സാർ, എന്തായിരുന്നു സംഭവിച്ചത്? 112 വന്ന ഒരു ആക്ഷനാണ്. അപ്പോൾ 112ലേക്ക് അയാളുടെ ഭാര്യ വിളിച്ചു പറഞ്ഞ ആക്ഷനാണ്. അപ്പോൾ ആ ആക്ഷൻ പ്രകാരം ഞങ്ങൾ അവിടെ എത്തിയതാണ്. അപ്പോൾ എത്തിയപ്പോൾ അയാളുടെ ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു. അയാൾ മർദ്ദിക്കുകയായിരുന്നു. ഞങ്ങൾ വീണ്ടും മർദ്ദിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞു. എന്നിട്ട് അയാളോട് പറഞ്ഞു വാതിൽ തുറക്കാൻ പറഞ്ഞു. അയാൾ വാതിൽ തുറന്ന് അയാളുടെ സംസാരിച്ചു. ഞങ്ങൾ വേറെ വയലൻ്റായിട്ടൊന്നും സംസാരിച്ചില്ല. കാര്യമായിട്ട് അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അയാളുടെ ഒരു മാന്യതയായിട്ട് തന്നെ സംസാരിച്ചത്. പക്ഷേ അയാൾ ഒരു പ്രകോപനമില്ല. അകത്ത് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് എൻ്റെ കഴുത്തിന് നേരെ കുത്തുകയായിരുന്നു അയാൾ. അപ്പോൾ കുത്തിയ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ പിടികിട്ടി. ഞാൻ പെട്ടെന്ന് തട്ടി മാറ്റിയത് കാരണം എൻ്റെ ചെവി അറ്റുപോയി. എന്ന് പറഞ്ഞാൽ ഇത്തിരി മുറിവ് പറ്റി. കുറച്ച് ബ്ലീഡിങ് ഉണ്ടായി. എന്നെ ഉടനെ തന്നെ ഇവിടുന്ന് പോലീസ് പാർട്ടി കൂടുതലായിട്ട് എത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, ജനറൽ ഹോസ്പിറ്റലിൽ പോയി. ഇയാൾ സ്ഥിരം ഇങ്ങനെ ആക്രമണം ഇയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഇയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇയാൾ ജോലി ചെയ്യുന്ന മുമ്പ് എയർ ക്യാമ്പിൽ ഇപ്പോൾ എയർ ക്യാമ്പിലാണ്. അപ്പോൾ മുമ്പ് ജോലി ചെയ്യുന്ന എയർ ക്യാമ്പിൽ ഇയാൾ അവിടുത്തെ ഡ്യൂട്ടി ഓഫീസറെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൽ അയാൾ സസ്പെൻഷനിലായിരുന്നു കുറേ നാൾ. അത് കഴിഞ്ഞ് ഇപ്പം സർവീസ് കയറിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മുമ്പ് ഇയാൾ ഒരു കത്തിയെടുത്ത് വേറെ ആളെ ഇതുപോലെ അവിടെ ഒരു ഓഫീസറെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുള്ള അറിവുണ്ട്. അപ്പോൾ ഇയാൾ ഒരു ആക്രമണകാരി, ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഒരു ഭയങ്കര ദേഷ്യക്കാരനാണ് അയാൾ. ഞങ്ങൾ ഇന്നിപ്പോൾ മദ്യവെച്ചോ അങ്ങനെയൊന്നുമല്ല, നോർമലായിട്ടൊരു ആളായിരുന്നു. പക്ഷെ പെട്ടെന്ന് അയാളുടെ സ്വഭാവം മാറി പെട്ടെന്ന് ഇങ്ങനെ ആക്രമിക്കുക. പക്ഷേ ഞങ്ങളിപ്പോൾ പോലീസ് സമയമായിട്ട് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കാരണം നമ്മൾ അത്രയ്ക്ക് അയാൾ ആക്രമിച്ചതേ. നമ്മളെ പോലീസ് കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്നെ സംരക്ഷിച്ചു. ഞാനും പെട്ടെന്ന് തന്നെ അയാളെ കയ്യിൽ കടന്നു പിടിച്ച് അയാളെ കത്തി മാറ്റിയത് കൊണ്ട് മാത്രമാണ് ആ കഴുത്തിൽ കൊള്ളാതെ രക്ഷപ്പെട്ടത്. ഇവിടെ പ്രകോപിതനായിട്ട് തന്നെ നിൽക്കുന്നതല്ലേ? അയാൾ പ്രകോപിതനായിരുന്നു. ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന് മെഡിക്കൽ പരിശോധന നടത്തി ഇപ്പോൾ സ്റ്റേഷനിലുണ്ട്. വധശ്രമടക്കം ചുമത്തിയിട്ടുണ്ടോ? എന്താണ്? വധശ്രമടക്കം ചുമത്തിയാണ് കേസെടുത്തത്? അതെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അനന്ത്, എന്തായാലും വധശ്രമടക്കം ചുമത്തി എന്നുള്ളതാണ് പോലീസുകാർ അറിയിക്കുന്നത്. എന്തായാലും ഒരു പോലീസുകാരനാണ് മറ്റൊരു പോലീസുകാരനെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. തുടർന്ന് അവിടെ എത്തിയ പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ കത്തി വീശി. പക്ഷേ അദ്ദേഹം ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മാത്രം ചെവിക്ക് മാത്രം ഒരു പരിക്കേറ്റു. എന്തായാലും ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുണ്ട് ആ പ്രതി. എന്തായാലും മറ്റ് പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. FIR അടക്കം അല്പസമയത്തിൽ തയ്യാറാക്കും. ആനന്ദ്. ശരി, ആഷിഖ് റഹ്മാനാണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത നൽകിയത്. ഏതായാലും